Islam is toxic, Muslims are lovely. നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 2022 എസൻസിന്റെ ലിറ്റ്മസിന്റെ മുദ്രാവാക്യം ഇസ്ലാം ഇസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ടോക്സിക് സോഫ്റ്റ്വെയർ ആണ്, ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്, ഒരു വെനമസ് ആശയമാണ്. പക്ഷെ അതിന്റെ ഇരകളാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ മറ്റെല്ലാവരെയും പോലെ നമ്മളെല്ലാം ഒന്നാണ്, സഹോദരന്മാരാണ്, അല്ലെ സഹോദരിമാരാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. നമ്മുടെ പ്രവൃത്തി അത് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള വാക്സാമർത്ഥ്യം ഉണ്ടാവും. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. മുസ്ലിംസ് ഒരു എക്സ്ട്രീം ഗ്രൂപ്പ് ആണെന്നുള്ളത് അറിയാലോ. ഇവരുടെ ഇടയിൽ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ഉള്ളവരുണ്ട്. എല്ലാരും ബഹുഭൂരിപക്ഷവും എക്സ്ട്രീമിസ്റ്റുകളാണെന്നുള്ളത് അറിയാമോ? ബഹുഭൂരിപക്ഷം ആൾക്കാരും എക്സ്ട്രീമിസ്റ്റുകളാണെന്ന് അറിയാമോ? കൈപ്പള്ളിയാണ് ആ സമൂഹത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ. അപ്പൊ കൈപ്പള്ളിയുടെ വ്യൂ ആണ്. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഇല്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഞാൻ ഇതിന്റെ അകത്ത് ഒരു കാലത്തും ഇതിന്റെ അകത്ത് ഇല്ലായിരുന്നു. ഐ വാസ് നെവർ പാർട്ട് ഓഫ് ദിസ്. എന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലാതെ എനിക്ക് പരിചയമുള്ള 10-30 വർഷം ഞാൻ ഗൾഫിൽ ജീവിച്ചിട്ടുള്ളതാണ്. അത് 35 വർഷം. അവിടെയെങ്കിലും ഞാൻ എന്നെങ്കിലും ഈ കൂട്ടത്തിന്റെ കൂടെ കൂടിയതായിട്ട് ഒരാൾ വന്ന് പറയുക. എന്റെ ബന്ധുക്കൾ താഴെ കേട്ടോണ്ടിരിപ്പുണ്ട്. അവന്മാരെങ്കിലും വന്ന് പറയട്ടെ, നിഷാദ് ഇങ്ങനെ ഈ കൂട്ടത്തിൽ കൂടുന്നതാണ്, ഇവരുടെ കൂടെ ഇരുന്ന് വരവി ഇങ്ങനെ ഞണ്ണുന്ന ടീമാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചോണ്ട് വാ, നിഷാദ് ഈ കൂട്ടത്തിൽ വരവിയിട്ടുണ്ടെന്നുള്ളത്. എവന്റെ എങ്ങാണ് ഏതെങ്കിലും എന്താണ് ഇഫ്താർ പാർട്ടിക്കോ വരവൽ ഈ കൈയിട്ട് കിണ്ടുന്ന പാർട്ടിക്കോ എന്തിനെങ്കിലും ഞാൻ പോയതായിട്ട് ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ. I hate this fucking bunch. I hate this bunch. Okay? With a vengeance. I hate these motherfuckers with a vengeance. These are fucking tribal pieces of shit. Absolutely no doubt on that. Okay? കരുവായക്കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ, അയ്യ കമോൺ എവരിബഡി, കനവും പോയേ കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. ഈ അശ്രീകരൻ കൊലം മുടിക്കും പാനു. നമ്മളെ കൂടെ നടക്കുന്ന ആള്, മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മളെ കൂടെ ഉള്ള ആള്, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫാറൂഖിനെ കൊന്നത് കൂട്ടുകാരനാണ്, അറിയോ? അല്ല, അപ്പൊ അവസാനം ആരിഫ് പറഞ്ഞ എന്തായാലും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ എനിക്കൊരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട്, അവരെന്തായാലും തീവ്രവാദികളൊന്നല്ല. അല്ല, പക്ഷെ അല്ല എന്ന് ആര് തീരുമാനിക്കും? എങ്ങനെ പ്രൂവ് ചെയ്യും? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല എന്ന് അവരെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ വിശ്വസിച്ചിട്ട് നടക്കുക? ലൈക്ക് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കൂടെ? അതാണ് നമ്മൾ ഇസ്ലാമിന്റെ ഭാഗത്തുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരാത്തത് എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ അഭിപ്രായത്തില് നമ്മളെ നിലവിൽ എന്തായാലും ഇസ്ലാം 100% അതേപോലെ പിൻപറ്റുന്നവര് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ മൊറാലിറ്റി ഇത്രക്കും ഒരു പ്രോഗ്രസ് ആയി ഓൾറെഡി ഇത്രയും പ്രോഗ്രസ് ആയി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അല്ല മുസ്ലിമുകൾക്കിടയിൽ. ഞാൻ പെർസെന്റേജ് പറയാം. എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അതായത് 60% മുസ്ലിങ്ങൾ അഴകുഴമ്പൻ വിശ്വാസികളാണ്. ഓക്കെ, 60%-നും കൂടുതലാണെന്നാണ് ഞാൻ പറയണത്. ആ 60%വും ഞങ്ങൾ തീവ്രവാദികളല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട ബോർഡനാണ് അവരുടെ മേത്ത് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. 60% അഴകുഴമ്പൻ വിശ്വാസികളാണ്, 10% തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാം. അതിൽ ഒരു 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും. ഒരു ബാക്കി 9% ആളുകൾ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ കൊണ്ട് നടന്ന് ഇവിടെ ഡെമോക്രസി വേണ്ട, ഇവിടെ ശരിയായ ഭരണം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഡെമോക്രസി പാടില്ല, സെക്കുലറിസം വേണ്ട. എൻ്റെ കൂടെ നടന്നിരുന്ന ആളുകൾ ഇതേപോലെ
മറ്റു മതവിശ്വാസികളുണ്ട്, അവരെയൊക്കെ തക്കം കിട്ടിയാൽ അവിടെ അവരെ നമുക്ക് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ആളാണ്. അപ്പോൾ ഒരു 10% അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു 30%. ഈ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എന്താ പറയുക, റാഡിക്കലൈസിങ് സ്റ്റേജിലാണ് അവർ. എന്ന് വെച്ചാൽ അണ്ടർ ദ പ്രോസസ്സ് അവർ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഓക്കെ, ഇത് അവർ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നുകിൽ അവർ ഈ പറയുന്ന 10%ലേക്ക് പോകും, അതല്ലെങ്കിൽ അവർ ഇസ്ലാം മതം വിടും, അതും അല്ലെങ്കിൽ അവർ സൈലൻ്റായിട്ട് തിരിച്ച് ഈ സൈലൻ്റായിട്ട് ഈ അഴകുഴമ്പം വിശ്വാസിയായിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കും. ഇതാണ് സംഭവിക്കുക. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മെയിൻ പോയിന്റ് ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളിലും ഒരുപാട് പേര് ഇന്ത്യയിലെ സെക്യുലറിസം എടുത്തു കളയണമെന്നും ഇവിടെ രാമരാജ്യാക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ പേര്. അറ്റ്ലീസ്റ്റ് 10% അവിടെ അല്ലേ എന്ന് വെച്ച് നമ്മളെ കൂടെ നടക്കുന്ന ഹിന്ദുക്കളെ നമ്മള് ഓക്കെ ഇവൻ അതാണ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം രാമരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ ആ രാമരാജ്യം സെക്യുലർ ആയിരിക്കുമെന്ന് തന്നെയാണ് അവർ വാദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. അവര് സെക്യുലറിസം എടുത്ത് കളയണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് എടുത്ത് കളഞ്ഞിട്ട് രാമരാജ്യം എന്ന് അത് വരും. അത് മുസ്ലിമുകൾ പറയണ പോലെ മുസ്ലിമുകൾ പറയും അവരെ ശരിയാ എന്ന് പറഞ്ഞ ഭരണം സെക്യുലർ ആണെന്ന് പറയും. അതവർ പറയില്ല. ബെസ്റ്റ് ആണെന്നല്ല പറയുന്നത്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണെന്ന് ഒരിക്കലും പറയില്ല. വി വാണ്ട് ശരിയ, വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അതെ, അതന്നെയാണ് പറയാ. പക്ഷെ രാമരാജ്യം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അവരോട് ഡിഫൈൻ ചെയ്യാൻ പറയൂ. അത് ഏറ്റവും നല്ല ഭരണമായിട്ടാണ് അവർ പറയുക. അതിൽ മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ഉണ്ടാവും തന്നെയാണ് അവരെ സമ്മതിക്കുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. BJP വോട്ട് ചെയ്യാൻ പറയണം. ഞാൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരം പോലെ ഒരു നഗരം, ഒരു മെട്രോ നഗരമാകാൻ സാധ്യതയുള്ളൊരു നഗരം, അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ ഭരണപക്ഷത്ത് ആരുമില്ല, എല്ലാവരും പ്രതിപക്ഷത്തേക്ക് പോകുന്നതിൽ നല്ലത് ഒരാളെങ്കിലും ഭരണപക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അത്രയെങ്കിലും കഴിയില്ല. ഇവർ തന്നെ പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു, കേരളത്തെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്നു, കേരളത്തിന് ഒന്നും തരുന്നില്ല. ഇഫ് വി ആർ നോട്ട് സപ്പോർട്ടിങ് ഇൻ എ വേ, അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും അതിനകത്തെ തന്നെ ഏറ്റവും ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെ പിന്തുണച്ചാൽ, ഇങ്ങനെയാണ് ഞാൻ എഴുതി, തിരുവനന്തപുരംകാർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അങ്ങനെ പിന്തുണയ്ക്കുമെന്നാണ് എഴുതി. അതിന്റെ ഒരു വളരെ പേഴ്സണൽ. ഒരു ചോന്ന ഷർട്ടുകാരൻ മതിയായി പോണാട്ടോ. ഒരു ചോന്ന ഷർട്ടുകാരൻ ചാണത്തിൽ വീഴുന്ന ശബ്ദം കേട്ടു. പോയി നോക്ക് സാർ.